നമസ്കാരം. പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ് ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം 1437 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1317 പേർ രോഗമുക്തി നേടി. 10,067 പേർക്ക് കൂടി പരിശോധന നടത്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.27%. ഇതുവരെ രാജ്യത്ത് 3,26,451 പേർക്കാണ് വൈറസ് ബാധിച്ചത്. 3,08,829 പേർ രോഗമുക്തരായി. 4 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ കോവിഡ് മരണം 1,817 ആയി. 15,805 പേരാണ് ചികിത്സയിലുള്ളത്. 1,061 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു. ഒരാഴ്ചയായി കേസുകളിൽ വർധനയുണ്ട്. രാജ്യത്തെ ഏറ്റവും കൂടിയ രണ്ടാമത്തെ പ്രതിദിന കോവിഡ് കേസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം 1,077 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. ചികിത്സയിലുണ്ടായിരുന്നവരിൽ 906 പേർ രോഗമുക്തരായി. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് ബാധിതരുടെ എണ്ണം 4,64,780 ആയി. ഇവരിൽ രോഗമുക്തരുടെ എണ്ണം 4,46,960 ആയി. ആകെ മരണസംഖ്യ 7,553 ആയി. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 10,267 ആയി ഉയർന്നു. ഇതിൽ 1,562 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സുമാരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. തിരുവനന്തപുരം സ്വദേശി അശ്വതി വിജയൻ, കോട്ടയം സ്വദേശി ഷിൻസി ഫിലിപ്പ് എന്നിവരുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. സൗദി കിങ് ഖാലിദ് ആശുപത്രിയിലെ നഴ്സുമാരാണ് ഇരുവരും. ജൂൺ 5-നാണ് നജ്റാനിൽ നഴ്സുമാർ സഞ്ചരിച്ച ടാക്സി കാർ അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ മറ്റ് 2 മലയാളി നഴ്സുമാരും ഡ്രൈവറും ചികിത്സയിലാണ്. കോവിഡിനെ തുടർന്ന് അടച്ചിട്ട ഒമാനിലെ ക്ഷേത്രങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും വിശ്വാസികൾക്കായി തുറക്കുന്നു. ക്ഷേത്രങ്ങളിൽ നാളെ മുതൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കും. ഞായറാഴ്ച മുതൽ ക്രിസ്ത്യൻ പള്ളികളും തുറക്കും. ദാർസയത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മസ്കറ്റിലെ ശിവ ക്ഷേത്രത്തിലും നാളെ മുതൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കും. ആരാധനയ്ക്കെത്തുന്നവർ മുഖാവരണം ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും കൈകൾ രോഗാണുമുക്തമാക്കുകയും വേണം. ഞായറാഴ്ച മുതൽ ഒമാനിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ആരാധനകൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയിലെ സ്വദേശികളുടെയും വിദേശികളുടെയും ആരോഗ്യസ്ഥിതി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ നിലവിൽ വന്ന തവക്കൽന ആപ്പ് ഇന്നു മുതൽ ഇന്ത്യയിലും ലഭ്യമായി തുടങ്ങി. മുഴുവൻ ഗൾഫ് രാഷ്ട്രങ്ങളിലും ഭൂരിപക്ഷം അറബ് രാജ്യങ്ങളിലും യൂറോപ്പിലുമായി 75 രാജ്യങ്ങളിൽ ഇന്നു മുതൽ ആപ്പ് പ്രവർത്തിക്കും. സൗദിയിൽ നിന്നും അവധിക്കായി വിവിധ രാജ്യങ്ങളിലേക്ക് പോയ പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണിത്. സൗദിയിൽ നിന്നും വാക്സിൻ എടുത്തവരുടെ വിവരങ്ങൾ അപ്ഡേറ്റായി ലഭിക്കുന്ന ഏക ആപ്പ് കൂടിയാകുന്നു. 2 വാക്സിനും സ്വീകരിച്ചവരോ 1 വാക്സിൻ എടുത്ത് 14 ദിവസങ്ങൾ കഴിഞ്ഞവരോ നേരത്തെ കോവിഡ് രോഗം ബാധിച്ച് ഭേദമായവരോ ആരോഗ്യസ്ഥിതി കടും പച്ച നിറത്തിലാണ് തവക്കൽന ആപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക. സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ തവക്കൽന ആപ്പ് സ്റ്റേറ്റസ് കടും പച്ച നിറത്തിലാണെങ്കിൽ അവർക്ക് രാജ്യത്ത് പ്രവേശിച്ചാൽ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവശ്യമില്ല. കുവൈറ്റിൽ 30 വാക്സിനേഷൻ കേന്ദ്രങ്ങൾ വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 വരെ പ്രവർത്തിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ പ്രൈമറി ഹെൽത്ത് കെയർ സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ ദിന അൽ ദബീബ് പറഞ്ഞു. 2 ലക്ഷം പേർക്ക് ആസ്ട്രസെനക വാക്സിന്റെ 2ാം ഡോസ് നൽകുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും ഇതിനായി നിയോഗിച്ച ആരോഗ്യ നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്വദേശികൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിലെ കോൺസുലാർ വകുപ്പ് വിവിധ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഖത്തറിലെ സ്വദേശികളുടെ യാത്രയും താമസവും കൂടുതൽ സൗകര്യപ്പെടുത്തുക, പ്രശ്നങ്ങളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളുടെ ഭാഗമായാണിത്. കോൺസുലാർ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ്. പാസ്പോർട്ട്, ID എന്നിവയ്ക്ക് ചുരുങ്ങിയത് 6 മാസത്തെ കാലാവധിയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വിസ ആവശ്യമെങ്കിൽ യാത്രയ്ക്ക് മുമ്പായി സംഘടിപ്പിക്കുക. കോവിഡുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളിലെ കോവിഡ് നിയന്ത്രണങ്ങളും പ്രോട്ടോകോളുകളും അറിഞ്ഞിരിക്കുക. മസ്കറ്റ് ഗവർണറേറ്റിലെ സർക്കാർ ജീവനക്കാർക്ക് ഇന്നു മുതൽ ആദ്യ ഡോസ് വാക്സിനുകൾ നൽകി തുടങ്ങും. സർക്കാർ സ്ഥാപനങ്ങളിലെ ഓരോ വകുപ്പുകളുമായുള്ള മുൻ ഏകോപനം അനുസരിച്ചായിരിക്കും വാക്സിൻ നൽകുന്നതെന്ന് മസ്കറ്റിലെ ആരോഗ്യ സേവന ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു. വാക്സിന്റെ ആദ്യ ഡോസ് ലഭിച്ചതിനു ശേഷം 10 ആഴ്ചയോ അതിൽ കൂടുതലോ പൂർത്തിയായവർക്ക് 2ാമത്തെ ഡോസിനുള്ള ക്യാമ്പയിൻ തുടരുമെന്നും അറിയിപ്പിൽ പറയുന്നു. കുവൈറ്റിൽ വൈകി ആരംഭിച്ച ഓക്സ്ഫോർഡ് ആസ്ട്രസെനക വാക്സിന്റെ 2ാം ഡോസ് വിതരണം പുരോഗമിക്കുന്നത് ഹൈസ്പീഡിലാണ്. വിതരണം തുടങ്ങിയ ആദ്യത്തെ 3 ദിവസത്തിനിടയിൽ സ്വദേശികളും വിദേശികളുമായ 1,20,000 പേർക്ക് 2ാം ഡോസ് വിതരണം ചെയ്യാനായി സാധിച്ചുവെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ 30 വാക്സിൻ വിതരണ കേന്ദ്രങ്ങളിലൂടെയാണ് 3 ദിവസം കൊണ്ട് ഇത്രയേറെ പേർക്ക് വാക്സിന്റെ 2ാം ഡോസ് നൽകിയത്. ഓക്സ്ഫോർഡ് വാക്സിന്റെ ആദ്യ ഡോസ് എടുത്ത 3 മാസം പിന്നിട്ടവരിൽ ചുരുങ്ങിയത് 2 ലക്ഷം പേർക്കെങ്കിലും അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ 2ാം ഡോസ് നൽകാനാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ ബാസിൽ അൽ സബാഹ് വ്യക്തമാക്കി. പുണ്യനഗരിയായ മദീനയിലെ പ്രവാചക ഭവനമായ മസ്ജിദുൻ നബവിയിൽ
പ്രഭാത പ്രാർത്ഥന വൈകിയതിനെ തുടർന്ന് മുതിർന്ന ഇമാമിനെയും ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനെയും സൗദി അധികൃതർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇമാം കാര്യ വകുപ്പിലെ തലവനെയും മുഅദ്ദിൻ കാര്യ വകുപ്പിലെ ഡെപ്യൂട്ടി തലവനെയുമാണ് ചീഫ് ഓഫ് ജനറൽ പ്രസിഡൻസി അബ്ദുൾ റഹ്മാൻ അൽ സുദൈസ് പിരിച്ചുവിട്ടതായി ഉത്തരവിട്ടത്. ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നു. വീഴ്ച വരുത്തിയ ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.